guys, welcome back. So, Officer on Duty, directed by Jittu Ashraf. പുള്ളി ഓൾറെഡി ഒരു ആക്ടറാണ്. പുള്ളി നമ്മുടെ ഇരട്ട എന്ന സിനിമയിലുണ്ട്, ഇലവീഴ പുഞ്ചറയിലുണ്ട്. ഈ പടത്തിലും പുള്ളി ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. ചെറിയ സ്ക്രീൻ സ്പേസ് ആണ്, പക്ഷേ ഭയങ്കര ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്. അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. റിട്ടൺ ബൈ ഷാഹി കബീർ. ആക്ച്വലി ഷാഹി കബീർ ഇതിന് മുമ്പത്തെ പടങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിയുടെ റേഞ്ച്. ഇലവീഴ പുഞ്ചറ, നായാട്ട്, ജോസഫ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിയുടെ ആ ഒരു പോലീസ് സ്റ്റോറി എഴുതാൻ പറ്റിയ പുള്ളിയുടെ ആ ഒരു നോളജ്. പുള്ളി ശരിക്കും ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞത്. പുള്ളി ഇപ്പോൾ റിസൈൻ ചെയ്തെന്ന് അങ്ങനെ എന്തോ കേൾക്കുന്നുണ്ട്. ആൻഡ് പുള്ളി ഈ പടത്തിലും എഴുതി വെച്ചിരിക്കുന്ന ആ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ആ സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ പടത്തിൻ്റെ ആ ഒരു മെയിൻ ബേസ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് പുള്ളി അത് എഴുതിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട സൗണ്ട്, ജേക്സ് ബിജോയ്. പുള്ളി ഇതിനകത്ത് രണ്ടു പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പാട്ടൊക്കെ ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ഓരോരോ സമയത്തും പുള്ളി ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന അടിപൊളിയാണ്. ബേബി ജീൻ്റെ ഒരു പാട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ സ്ക്വാഡിൽ അവർ ഇൻട്രസ്റ്റേറ്റ് പോകുമ്പോഴത്തേക്ക് ഒരു പാട്ടൊക്കെ പ്ലേസ് ചെയ്തിട്ടില്ലേ, അതേപോലെ ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റേറ്റ് പോകുന്ന സീനൊക്കെ ഉണ്ട്. ആ കറക്റ്റ് സമയത്ത് ഓരോരോ പാട്ട് പ്ലേസ് ചെയ്തേക്കുന്നത് അതൊക്കെ അടിപൊളി. പക്ഷേ ഇതിനകത്ത് മോർ ഓവർ ദാറ്റ് ഇതിനകത്ത് ചില ഒരു ഇന്ത്യൻ സീനൊക്കെ, പടം ആക്ച്വലി ഫുൾ ഒരു ഇൻറ്റൻസ് ആൻഡ് സീരിയസ് സിനിമയാണ്. മൊത്തം ഒരു കോമഡി അങ്ങനെ ഒന്നുമില്ല. ഇതിനകത്ത് ഓരോ സീനിനും വേണ്ട സ്കോർ പുള്ളി ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഭയങ്കര ഒരു ഇൻറ്റൻസ് ആൻഡ് ഭയങ്കര പിരിമുറുക്കത്തിലിരിക്കുന്ന ഒരു സീനുണ്ട്, ഒരു ക്യാരക്ടർ. ആ സമയത്ത് ജേക്സ് ബിജോയ് ഒരു വെറൈറ്റിക്ക് ചെയ്തായിരിക്കും, പക്ഷെ അത് അടിപൊളി. ഒരു കയറ് പിരിക്കുന്ന ഒരു ശബ്ദം വെക്കും. എന്ന് വെച്ചാൽ ആ സീൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കയറ് പിരിക്കുന്ന അങ്ങനത്തെ സീനൊന്നും അല്ല. പക്ഷെ അത് ആക്ച്വലി നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഞാനത് ജസ്റ്റ് ശ്രദ്ധിച്ചപ്പോൾ എനിക്കും മനസ്സിലാവും. നമ്മളതങ്ങ് ഫീൽ ചെയ്തങ്ങ് പോകും. അത് കേൾക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷന് പറ്റിയ സ്കോർ. അതുപോലെ പല സീക്വൻസിലും പുള്ളി വെച്ചേക്കുന്ന സ്കോറുണ്ട്. ഇപ്പോൾ ഫൈറ്റ് സീക്വൻസിൽ ആക്ച്വലി പറയേണ്ടത് സിനിമാറ്റോഗ്രഫിയാണ്. കാര്യം ഒരു മോർച്ചറിയിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ഇൻ്റർനാഷണൽ സിനിമാസിലൊക്കെ കാണുന്ന പോലെ ഓരോ ക്യാരക്ടറിൻ്റെ കൂടെ ക്യാമറയും റോൾ ചെയ്യും. ക്യാമറ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റോൾ ചെയ്ത് പോകുന്നു. പിന്നെ ഓരോരോ മൈന്യൂട്ട് ഡീറ്റെയിലിങ് പുള്ളി എടുത്തേക്കുന്നു. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ റോണി വർഗീസ് ആണ്, നമ്മുടെ കണ്ണൂർ സ്ക്വാഡിൻ്റെ ഡയറക്ടർ. ഇതിൻ്റെ ഫോട്ടോ ഞാൻ വെച്ചേക്കാം. പുള്ളി ഓൾറെഡി ഒരു ആക്ടറാണ്. ആൻഡ് ഇതിൻ്റെ ലൈറ്റ്, ഓരോ സീനിനും വേണ്ട ഓരോ ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഫൈറ്റ് സീക്വൻസിന് വേണ്ടി പ്രത്യേക ഒരു ലൈറ്റ് സീക്വൻസ് ഉണ്ട്. ആൻഡ് ഇതിനകത്ത് കുറച്ച് ഡ്രഗ് യൂസേജ് സീനുണ്ട്, അതിന് വേണ്ടി വേറൊരു ലൈറ്റ്, ഒരു സൈക്കഡലിക് ലൈറ്റ്സ് ഉണ്ട്. പിന്നെ അല്ലാതെ നൈറ്റ് ഷോട്ടിന് വേറെ ലൈറ്റ്. ഓരോ സീനിന് വേണ്ടി ലൈറ്റിങ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് പെർഫോമൻസസ്. ആദ്യം പറയേണ്ടത് ചാക്കോച്ചൻ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ട്രെയിലർ കണ്ടാലും നമുക്ക് ആ പോസ്റ്റർ കണ്ടാലും നമുക്ക് മനസ്സിലാവും പുള്ളി ഒരു പോലീസ് ഓഫീസറാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ബീങ് ദാറ്റ് പോലീസ് ഓഫീസർ, പുള്ളിയുടെ ഒരു പേഴ്സണൽ ലൈഫ് പുള്ളി കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലൈഫ് ആൻഡ് പുള്ളിയുടെ ഫാമിലി ലൈഫ് പുള്ളിക്ക് ലീഡ് ചെയ്യുന്ന രീതി, അത് എല്ലാം കൂടെ പല ലേയേഴ്സ് ഉള്ളൊരു ക്യാരക്ടർ. ആൻഡ് പുള്ളി നല്ല അടിപൊളിയായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ഒരു ആക്ടറിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ പുള്ളി ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടറേ അല്ല. റീസെൻ്റ്ലി പുള്ളി ഒരു റഫ് റോൾ ചെയ്തത് ബൊഗൈൻവില്ലല്ല, അതിൻ്റെ ഒക്കെ ഒരു എക്സ്ട്രീം. ആൻഡ് പുള്ളി ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആൻഡ് അത് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വരുന്ന അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് വെച്ചാൽ ഫസ്റ്റ് ഷോട്ട് എല്ലാവർക്കും ദഹിക്കണം എന്നില്ല, പക്ഷെ ആ ഫസ്റ്റ് ഷോട്ട് നമുക്കത് മനസ്സിലാവും. അത്രയും നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ആൻഡ് ത്രൂ ഔട്ട് ദ റോൾ, ഇപ്പം ഫ്രം ദ ഫസ്റ്റ് സീൻ ടിൽ ദ ക്ലൈമാക്സ് പുള്ളി ആ മീറ്റർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ടിൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റിലാണ് പോലും പുള്ളി നല്ല അടിപൊളിയായിട്ട് ആ മീറ്റർ കീപ്പ് ചെയ്ത് അത്രയ്ക്ക് റഫായിട്ടുള്ളൊരു ക്യാരക്ടർ പുള്ളി കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അടിപൊളി. പിന്നെ ഇതിന് നെഗറ്റീവ് റോൾസ് ചെയ്തവർ, ഇത് ആക്ച്വലി ഒരാളല്ല, ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിലെ ലീഡർ എന്ന് പറഞ്ഞാൽ മറ്റേ വിശാഖില്ല, നമ്മുടെ ആനന്ദത്തിലെ കുപ്പി. ശരിക്കും പറഞ്ഞാൽ ഇനി ആ കുപ്പി എന്നുള്ള റോളൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യം പുള്ളി ആകെ ഒരു പൂക്കി ക്യാരക്ടർ ചെയ്തേക്കുന്ന ആ കുപ്പി മാത്രമേ. പിന്നെ പുള്ളി ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. പുള്ളി അത് ഹിന്ദിയിൽ അഭിനയിച്ചു, തമിഴിൽ ചെയ്തു, എല്ലാത്തിലും ഒരു ഗ്രേ ഷെയ്ഡാണ്. ഈ സിനിമയിലെ റോളാണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി ചെയ്തേക്കുന്നത്. അത് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് പുള്ളി ആ ഫൈറ്റ് സീക്വൻസസ് ഹാൻഡിൽ ചെയ്ത രീതിയാണ്. ഫൈറ്റ് സീക്വൻസ് ആയാലും പുള്ളിയുടെ ഇമോഷൻസ് പുള്ളി എക്സ്പ്രസ് ചെയ്യുന്ന രീതി, ചില സമയത്ത് പുള്ളിയുടെ കുറച്ച് മാനറിസംസ് ഉണ്ട്. നമ്മുടെ ക്ലൈമാക്സ് ഫൈറ്റിലൊക്കെ നമ്മുടെ ഹീറ്റ് ലെഡ്ജർ ഇല്ലേ, നമ്മുടെ ജോക്കറിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് പുള്ളി പിടിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഗ്യാങ്ങിലുള്ള ബാക്കി എല്ലാവരും പുതിയ ആർട്ടിസ്റ്റുകളാണ്, പക്ഷെ അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റംസാൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി റംസാനൊക്കെ ചെറിയ സ്ക്രീൻ സ്പേസേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ ഡയറക്ടർ ചെയ്തേക്കുന്ന റോൾ അതുപോലത്തെ ഇച്ചിരി ഡെപ്ത് ഉള്ള റോളാണ് ചെയ്തേക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട്, പ്രിയാമണി ഉണ്ട്, ജഗദീഷൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരുന്നത്. ആക്ച്വലി ജഗദീഷിൻ്റെ ഈ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ സിനിമയിലും ശ്രദ്ധിച്ചാൽ പുള്ളി നല്ല അടിപൊളി എല്ലാ ക്യാരക്ടറും ചെയ്യുന്നത്. പുള്ളിക്കൊന്നും ഇനി മോശമായിട്ടൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അത്ര അടിപൊളിയായിട്ട് ഇതിനകത്ത് ചെയ്തത്. ഇതിനകത്ത് ഇമോഷണൽ സീൻസ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണെങ്കിലും അല്ലാതെ പുള്ളിക്ക് ഒരു അറഗൻസ് ഫീൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന ക്യാരക്ടറാണല്ലോ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അബൌട്ട് ദ മൂവി, പടം
അടിപൊളി മീൻസ് ഇതിൻ്റെ ഡയറക്ടർ ഞാൻ പറഞ്ഞു ഓൾറെഡി ജിത്തു അഷ്റഫ്. പുള്ളി ഇതിനു മുമ്പ് കുറേ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നിട്ടുണ്ട്. നമ്മുടെ ഇലവിയുടെ പൂഞ്ചിറയിലാണെങ്കിലും അങ്ങനെ കുറേ പടത്തിലൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസർ മാർട്ടിൻ പ്രക്കാട്ട്, പുള്ളി ഓൾറെഡി ഒരു ഡയറക്ടറാണ്, നമ്മുടെ ചാർലി അങ്ങനത്തെ സിനിമ. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ റോണി വർഗീസ്, ആക്ച്വലി പുള്ളി കണ്ണൂർ സ്ക്വാഡിൻ്റെ ഡയറക്ടറാണ്. അപ്പം 3 ഡയറക്ടേഴ്സ് ഈ പടത്തിൻ്റെ സെറ്റ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ വെച്ചാണ് ഓരോരോ സീൻസും എടുത്തെടുത്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ചാക്കോച്ചൻ്റെ ക്യാരക്ടറിന് കുറേ ലെയർ ഉണ്ട്, അതേപോലെ തന്നെ ഈ സിനിമയ്ക്ക് കുറേ ലേയേഴ്സ് ഉണ്ട്. നമ്മളെ ഇമോഷണലി ഗ്രിപ്പിംഗ് ആയിട്ട് പിടിച്ചിരുത്തും, എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ്റെ രീതിയിൽ നമ്മൾ പിടിച്ചിരുത്തും. എന്നാൽ അതേപോലെ തന്നെ ഈ നെഗറ്റീവ് റോൾസ് ചെയ്തവർ അവർ ആ വില്ലന്മാരാകാനുള്ള ഒരു കാരണമുണ്ടല്ലോ, അത് കാണിക്കുമ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ കഥ പല സിനാരിയോസ് ഉണ്ട്. കാരണം അടിപൊളിയായിട്ടാണ് കാണിച്ചേക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഹാഫ് നല്ല ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് ഓരോ സീൻ പോകുന്നത്. അതൊക്കെ മെയിൻലി ആ എഡിറ്റിംഗ് കൊണ്ടാണ്. ചമൻചാക്കോ നല്ല അടിപൊളിയായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഈ പടത്തിൽ ത്രൂ ഔട്ട്. ആ ഫൈറ്റ് സീക്വൻസിലൊക്കെ പുള്ളിയുടെ കട്ട്സ് കാണണം. പുള്ളിക്ക് ഫൈറ്റ് സീക്വൻസ് എല്ലാം അടിപൊളിയായിട്ട് അറിയാം. അതിൻ്റെ ഏറ്റവും ഒരു എക്സാമ്പിളാണ് നമ്മുടെ RDXലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അറിയാമല്ലോ, അതേ ആളെ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. ലാഗൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം ഓരോ സിനാറിയോ കഴിഞ്ഞ് അടുത്തടുത്ത് സിനാറിയോസ് ഭയങ്കര ഹാപ്പനിങ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ലാഗ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഫസ്റ്റ് ഹാഫിന് അത്രയും പേസ് ഇല്ല. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ട കുറച്ച് ടൈം ഉണ്ടല്ലോ, ആ ടൈം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ആക്ച്വലി അത് ലാഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫിന് അത്രയും പേസ് എനിക്ക് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ക്ലൈമാക്സ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിലെ കണ്ടന്റ് ആണെങ്കിലും എല്ലാം അടിപൊളി. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നെ ലാസ്റ്റ്. എനിക്ക് ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ക്ലൈമാക്സ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പോസ്റ്റ് ക്ലൈമാക്സ് കുറച്ച് സീൻസ് ഉണ്ട്, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ വേണമെങ്കിൽ അത് കുറച്ചുകൂടി അടിപൊളിയാക്കായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കൊള്ളത്തില്ല അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഒരു ബെസ്റ്റ് ആണെങ്കിൽ അതൊരു എക്സലൻ്റ് ആക്കാൻ വേണമെങ്കിൽ അങ്ങനെ ആക്കാനും അവർക്ക് വേണമെങ്കിൽ. പക്ഷെ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം അതിനു മുമ്പുള്ള ആ അത്രയും കണ്ടന്റില്ല, പടം ഫുള്ള് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ആ ഒരു ഫ്ലോയ്ക്ക് വേണേൽ കണ്ടുപോകാം. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാക്കാമെന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ലാസ്റ്റ് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു പോലീസുകാരന് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിന് ഡബ്ബിംഗ് ആണോ അതോ ക്യാരക്ടർ ചെയ്തേക്കുന്ന രീതിയാണോ എനിക്കത് വലിയായിട്ട് സൂചിച്ചില്ല. പിന്നെ എനിക്ക് തോന്നി പ്രിയാമണിയുടെ ക്യാരക്ടറിൻ്റെ ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നി. സോ ഓവറോൾ പറയുകയാണെങ്കിൽ പടം എനിക്ക് നല്ല അടിപൊളിയായിട്ട് വർക്കായി. നിങ്ങൾ പടം കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നിയുള്ള കമൻറ്റ് ചെയ്യുക. സോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ഇതൊരു തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച് ആണ്. അത്രയ്ക്ക് അടിപൊളി പടമാണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.